7 ഡേയ്സ് നിങ്ങൾക്ക് യു കെയിലുള്ള ഏത് ട്രെയിൻ വേണമെങ്കിലും കയറാം. അതിനുള്ള പാസ്സാണ് ഓൺലൈൻ റോവ് പാസ്. ഞാനും ജിനോയും കൂടി ലണ്ടനിൽ നിന്നും ഈ യാത്ര 2 ഉദ്ദേശം വെച്ചാണ് തുടങ്ങിയത്. ഒന്ന്, 7 ഡേയ്സ് യു കെയിൽ പറ്റുന്നത്ര ട്രെയിൻസ് കയറി ഒരു യാത്ര. ആൻഡ് സെക്കൻഡ്, നോർത്തിലുള്ള ലാൻഡ്സെൻഡ് എന്നറിയപ്പെടുന്ന ജോണോഗ്രോട്സിൽ എത്തിച്ചേരുക. എനിക്ക് ട്രെയിൻസിനോടുള്ള ഒരു പ്രാന്ത് എന്ന് തന്നെ പറയാം ഇങ്ങനെ ഒരു യാത്രയ്ക്ക് വഴിയൊരുക്കിയത്. ഈ യാത്ര കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇൻ ടോട്ടൽ 8 ഡിഫറെൻറ്റ് ട്രെയിൻസ് കവർ ചെയ്തിരുന്നു. ഒരു പ്ലാനിങ്ങും ഇല്ലാത്തൊരു യാത്ര. 7 ഡേ ഓൾ ട്രെയിൻ പാസ് എടുത്തായിരുന്നു ട്രാവൽ മൊത്തം. എന്ന് വെച്ചാൽ യു കെയിലുള്ള ഏത് ട്രെയിൻ വേണമെങ്കിലും കയറാം വിത്തൗട്ട് എനി പ്രയർ റിസർവേഷൻസ്. ചെറി ഓൺ ദ ടോപ്പ് എന്ന് പറയാം. സ്കോട്ട്ലാൻഡിൽ നിന്നും തിരിച്ച് ലണ്ടനിലേക്ക് ഞങ്ങൾ കാൽഡോണിയൻ സ്ലീപ്പർ ബുക്ക് ചെയ്താണ് എത്തിയത്. പക്ഷേ 100% സാറ്റിസ്ഫാക്ഷൻ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ ഉദ്ദേശിച്ച ജോണോഗ്രോട്സിലേക്ക് ട്രെയിൻ കയറിയപ്പോഴാണ്. യുണൈറ്റഡ് കിങ്ഡമിലെ നോർത്തിലുള്ള ലാസ്റ്റ് സ്റ്റേഷനായിട്ടുള്ള തേഴ്സോയിലേക്കാണ് ഞങ്ങൾ ട്രെയിൻ കയറിയത്. വീണ്ടും ഒരു സ്കോട്ട് റെയിൽ എക്സ്പീരിയൻസ് ആയിരുന്നു. തേഴ്സോയിൽ നിന്നും ഒരു ബസ് പിടിച്ചാണ് ഞങ്ങൾ ജോണോഗ്രോട്സിൽ എത്തിയത്. കാരണം അവിടേക്ക് ട്രെയിൻസ് ഇല്ല. ജോണോഗ്രോട്സിൽ എത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് സമയം പോയത് അറിഞ്ഞില്ല. പിന്നീട് 4 മണിക്ക് ഇൻവർനേഴ്സിലേക്കുള്ള ലാസ്റ്റ് ട്രെയിൻ പിടിക്കാനുള്ള ഓട്ടമായിരുന്നു. അത് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് 6 മണി വരെ വേറെ ട്രെയിൻ ഇല്ല. ഒരു ലോക്കൽ ടാക്സി പിടിക്കുമായിരുന്നു സ്റ്റേഷനിലേക്ക്. പുള്ളി ടാക്സി നേരെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കുമായിരുന്നു. എന്തായാലും കൊള്ളാം, ലാസ്റ്റ് ട്രെയിൻ കിട്ടിയതിൻ്റെ ഒരു റിലീഫായിരുന്നു. അങ്ങനെ വിക്കിൽ നിന്നും ഇൻവർനേഴ്സിലേക്ക് തിരിച്ചൊരു യാത്ര.